ഗൈസ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റു ജിമ്മിൽ പോവുകയാണ്. നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് ജിമ്മെത്താറായിട്ടുണ്ട്. അപ്പം ഞാൻ ഫോർജെക് സബിലാണ് പോകുന്നത്. അപ്പം ജിമ്മിലെത്തി കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പോകുന്ന ജിം, ഫോർജെക് സബ്. അപ്പോൾ ഗൈസ് കാർഡിയോ ആണ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇലക്ട്രിക്കൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സൈക്കിളും ട്രെഡ്മില്ലും ഉണ്ട്, അപ്പോൾ ചെയ്യണം. വെള്ളം കുടിക്കാൻ പോണേ. ഗൈസ് സൈക്കിൾ ചെയ്ത് തുടങ്ങി. 15 മിനിറ്റ് സൈക്കിൾ ചെയ്യണം. 15 മിനിറ്റ് ചെയ്തിട്ടാണ്. ഗൈസ് ഇപ്പം എല്ലാം കഴിഞ്ഞു. ട്രെഡ്മിൽ, സൈക്കിൾ, ഇലക്ട്രിക്കൽ, ബോൾ അറിയണത്, പിന്നെ ജമ്പിങ് ജാക്സ്, ഹൈനീസ് എല്ലാം കഴിഞ്ഞു. ഇനി വീട്ടിലോട്ട് പോകണം. മഴ ഉണ്ടെങ്കിൽ കൂടെ എടുക്കില്ലെങ്കിൽ ഇപ്പം വീട്ടിലോട്ട് പോകാം. അപ്പം ഗൈസ് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രീ KG സ്കൂൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ വഴി തന്നെയാണ് പ്രീ KG, കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടതാണ് എൻ്റെ പ്രീ KGയുടെ സ്കൂള്. ഞാൻ വീട്ടിലോട്ട് നടന്നിട്ടൊക്കെയാണ്. നമുക്ക് പോകാം. വീട്ടിലെത്തി, നമുക്ക് ഉള്ളിൽ കയറാം. ഞാൻ വീട്ടിലെത്തി ഉള്ളിൽ കയറി. അപ്പം ഞാൻ കഴിച്ച അമ്മയുടെ ഫുഡ് ഉണ്ടാക്കുകയാണ്. ചേട്ടൻ്റെ നാളാണെന്ന്. മെയ് 13-ാം തീയതിയാണ് ചേട്ടൻ്റെ ബർത്ത്ഡേ. അപ്പം ഇന്ന് നാളാണ്, ഇന്ന് 7-ാം തീയതിയാണ്. പിന്നെ ഇവിടെ വിക്കീസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വിക്കി ഇതേ വന്നിട്ടുണ്ട്. വിക്കി ചേട്ടൻ്റെ നാളായിട്ട് ഇന്ന് പായസം വെക്കാനുണ്ട്. സേമിയ പായസമാണ്. റോസ്റ്റഡ് വെംസലി, മുന്തിരി. എനിക്ക് പായസത്തിലത്തെ മുന്തിരി ഇഷ്ടമല്ല, അപ്പം ഞാനത് കഴിക്കത്തില്ല. കശുവണ്ടി ഇഷ്ടമാണ്. അപ്പം ചേട്ടൻ കുളിക്കാൻ പോയിരിക്കണം. ചേട്ടൻ കുളിച്ചിറങ്ങിയിട്ട് എനിക്ക് കുളിക്കണം. എന്നിട്ട് ഞാൻ, അമ്മ, ചേട്ടൻ അമ്പലത്തിൽ പോകും. ഇത് കാണാം. ഇപ്പം ഗൈസ് കുളിച്ചു, നമുക്ക് മുടി ചെയ്യാം. ചേട്ടന് ഈ വർഷം 17 വയസ്സാവും. അടുത്ത വർഷം 18 ആവും. ഈ വർഷം 17 ആണെങ്കിൽ അടുത്ത വർഷം 18 ആയിരിക്കുമല്ലോ. നമ്മുടെ വിക്കീസ് ഇവിടെ ഉണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടമാണ്. ഇപ്പം പുതിയ ചാനലിലത്തെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പം ഇത്. പിന്നെ ഇൻട്രോ ജിമ്മിലായതുകൊണ്ട് ഇൻട്രോ പറയാനൊരു മടി. ഇപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. എന്നും ഇതേപോലെയല്ല, ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് എടുത്ത്. അപ്പം ഈ അമ്പലത്തിൽ ഇപ്പം ഗൈസ് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ ചെയ്തിട്ട് കാണാം. ഞാനിവിടുത്തെ അമ്പലത്തിലെ കുളം. അമ്പലത്തിൽ നിന്ന് വീട്ടിൽ പോയി കണ്ടിരിക്കുകയാണ്. തൊഴുതു. ചേട്ടനുണ്ട്, സമ്മയുണ്ട്. ഇരിയെടുക്കാന്
ഗൈസ് വീട്ടിലെത്തി ഫുഡ് കഴിച്ചു. പുട്ടും കടലക്കറിയും പിന്നെ മുട്ടയുണ്ടായിരുന്നു. കുറച്ച് നേരം ടി വി കാണും. പിന്നെ അടുക്കളയിൽ അമ്മ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പായസം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണമായിരിക്കും. ഓക്കെ. അപ്പോൾ ഗൈസ് ഇപ്പം സമയം 10 മണിയായിട്ടുണ്ട്. നമ്മൾ വിക്കിനെ കൊണ്ട് മേളിൽ പോണേണ്. ഇവിടെ ഇരിപ്പാണ്, സ്റ്റെപ്പിലിരിപ്പുണ്ട്. കുരുത്തക്കേട് കാണിക്കുന്നതിന് വടിയുണ്ട്. വിക്കിയുടെ അത്രയുള്ള വടിയാണ്, കണ്ടോ. എൻ്റെ വടി പേടിയ വടി അടി 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 മേലിപ്പോ. നമ്മുടെ സിംഹക്കുട്ടൻ ഇവിടെ കിടപ്പുണ്ട്, മൈൻഡില്ല. പായസത്തിനുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കാം. ഒന്ന് അമ്മയാണ് ഉണ്ടാക്കണം. അപ്പം അമ്മ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. पावन स्तुति पात्र पावन चरित्र पावन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पावन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण वैभोगमे राम कल्याण वैभोगमे पावन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण वैभोगमे राम कल्याण वैभोगमे ഗൈസ് ഞാനിപ്പോൾ മേളിലിരിക്കുകയാണ്. അമ്മ പായസം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനിവിടെ അച്ഛൻ മെഷീനിൽ കട്ടിങ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കണേണ്, വെറുതെ ഇരിപ്പാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കണം.
പിന്നെ ഫുള്ളും ബോറടിയാണ്. വെക്കേഷൻ സാറ്റർഡേ സൺഡേ എനിക്ക് പാട്ട് ക്ലാസ് ഉണ്ട്, ഡ്രോയിങ് ക്ലാസ് ഉണ്ട്. രാവിലെ 10 തൊട്ട് 1 മണി വരെ ഡ്രോയിങ് ക്ലാസ്സും, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ 2 മണിക്ക് പാട്ട് ക്ലാസ്സിന് പോകും. 4:30 വരെ ഉണ്ട്. അന്നേരം ഉണ്ട് സാറ്റർഡേ സൺഡേ. ബാക്കി രാവിലെ ജിമ്മ്, അത്രയൊക്കെ ഉള്ളു. പിന്നെ രാവിലെ അങ്ങനെയാണ് റൂട്ടീൻ. പിന്നെ ഫുഡ് കഴിക്കും, പിന്നെ വെറുതെ ഇരിക്കും, ടി വി കാണും. അമ്മൂമ്മേനെ കൊണ്ടിന്ന് ഹോൾ ഫിസിയോ പോകാനുണ്ട്, അപ്പോൾ അവിടെ പോയി ഹോൾ ഫിസിയോ പോയി എനിക്കിരിക്കും. ഹോൾ ഫിസിയോ പോയി വന്നിട്ട് ചേട്ടൻ്റെ നാളിൻ്റെ അന്നാണ് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം ബർത്ത്ഡേ ആഘോഷിക്കാൻ. ചേട്ടൻ്റെ നാളിൻ്റെ അന്നാണ് ഇന്നാണ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത്. 13-ാം തീയതി ചേട്ടന് 11-ാം തീയതി 12th ക്ലാസ് തുടങ്ങും, ബ്രിഡ്ജ് കോഴ്സ് വെക്കേഷൻ ക്ലാസ്. രാവിലെ 11 മണി വരെ ഇരിക്കണം, 10 നേരം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ബാക്കി സമയം ചേട്ടൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സിനേക്ക് ഇന്ന് വിളിക്കുന്നുണ്ട്, അവരങ്ങനെ വരുമെന്ന്. അപ്പം ഞാൻ വൈകിട്ട് അമ്മൂമ്മേനെയും കൊണ്ട് ഹോൾ ഫിസിയോയിൽ പോകും, പാലാരിവട്ടം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും. 6 മണിക്കാണ് എല്ലാവരെയും വിളിച്ചേക്കുന്നത്. അങ്ങനെ പോയി വരും. ഇനി ഇവിടെ കട്ടിങ് ഇപ്പോൾ 12:35 കട്ടിങ് 1:30 വരെ ഉണ്ടാവും. അപ്പോൾ 1:30 വരെ ഇവിടെ ഇരിക്കണം. കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ വരും കട്ടിങ് ഇടാൻ. വേറെ കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ വരും. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ചോറ്, ഫിഷ് ഫ്രൈ, പരിപ്പ് കറി, പിന്നെ പൊട്ടറ്റോടെ എന്തോ തോരൻ ടൈപ്പ് എന്തോ ആണ്. അപ്പോൾ ഇപ്പോൾ സമയം 1:45 ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ മേളിലോട്ട് പോകും. ഒരു 2:30 ആകുമ്പോൾ മേളിൽ പോകും. പിന്നെ സേമിയ പായസം കുടിച്ചു. സേമിയ പായസം കുടിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വൈകിട്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സ് വരും. അപ്പോൾ ഈ വ്ളോഗ് ഒരു 4 മണി വരെ ഉണ്ടാവുള്ളൂ. ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഹാഫാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. ഇന്നിപ്പോൾ 4 മണി വരെ വ്ളോഗ് ഉണ്ടാവും. ലൈക്ക് ആക്ച്വലി ഞാൻ പറയാം ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വ്ളോഗ് ഇപ്പോൾ എൻ്റെ എന്ന് വിചാരിക്കണം. ഇപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ മേളിൽ പോയി കുറച്ച് നേരം കഴിയുമ്പോൾ താര വന്ന് അമ്മൂമ്മയുടെ ഒപ്പം ഹോൾ ഫിസിയോയിൽ പോകും. പിന്നെ തിരിച്ചു വരുമ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ പരിപാടി, അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് സണ്ണി വ്ളോഗ്സ്. ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. ബൈ.